ദേഹം മുഴുവൻ തീ കത്തുന്ന ഒരു അസ്ഥികൂട രൂപം. അതാണോ ഈ വീട്ടിൽ ആത്മാവ്? അത് നിങ്ങൾ ഉപദ്രവിച്ചോ? ഞാൻ പറഞ്ഞില്ലേ, അതിന് വേണ്ടത് ആകെ ഒരു കാര്യം മാത്രമായിരുന്നു, അവരുടെ മരണത്തിന് പിന്നിലെ രഹസ്യം. മനസ്സിലായില്ല? ഞങ്ങൾക്കും ആദ്യം എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. ആ രൂപം കണ്ട ഞെട്ടലിനും മരവിപ്പിലുമായിരുന്നു ഞങ്ങള്. ആ മരവിപ്പ് മാറിയതും ഞങ്ങൾ തിരിഞ്ഞോടി. നിങ്ങൾ എവിടെ പോയി വിളിച്ചാലും ഞാനും അവിടെ എത്തും. കാരണം ഒന്നിനും തടസ്സമായി എനിക്കെന്റെ ശരീരമില്ല. ഞാനൊരു ആത്മാവ് മാത്രമാണ്. ഞങ്ങൾ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ എന്ത് ദ്രോഹ നിങ്ങളോട് ചെയ്തത്? ഉപദ്രവിക്കാനോ? ഞാൻ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടും ഉപദ്രവിച്ചിട്ടില്ലാന്നോ? പിന്നെ ഇന്നലെ എന്നെ കൊല്ലാൻ നോക്കിയേ? തീർച്ചയായിട്ടും അത് ഞാനല്ല. അതാരാണെന്നും എനിക്കറിയില്ല. അത് വേറെ ആരോ ആണ്. അതാരായെന്ന് എനിക്കറിയില്ല. പിന്നെ എന്നെ നിങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് നിങ്ങളെ നല്ല ഒരു പ്രയത്നം അറിയില്ല. അറിയാം സഹോദര. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കുറച്ചു ദിവസമായി നിങ്ങൾ വായിക്കുന്ന ആ ഡയറിയിലൂടെ നിങ്ങൾക്ക് എന്നെ അറിയാം. എൻ്റെ പേര് രമേശ് എന്നാണ്. ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്തിനാ ഞങ്ങളെ പുറകെ കൂടിയേക്കുന്നത്? എനിക്ക് വേണ്ടത് എൻ്റെ ഭാര്യയും മക്കളെയുമാണ്. അവരെവിടെയെന്ന് എനിക്കറിയണം. അതെങ്ങനെ ഞങ്ങൾക്കറിയും? നിങ്ങൾ ഭാര്യ കുട്ടികൾ എവിടെയെന്ന് നിങ്ങൾക്കല്ലേ അറിയേണ്ടത്? ആ ഡയറി എഴുതിയത് നിങ്ങളെ ഭാര്യയാണോ? അതെ, കല്യാണി. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അവൾ എഴുതും അന്നത്തെ പ്രധാന സംഭവങ്ങൾ. പക്ഷെ നിങ്ങളിപ്പോൾ വായിക്കുന്ന ഡയറിയില്ലേ, അതവൾ സ്ഥിരമായിട്ട് എഴുതുന്നതല്ല. ഈ ഡയറി അവൾ മാറ്റി എഴുതിയതാണ്. അതറിയില്ല. ഞാനത് ചോദിച്ചെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ അവസാനമായിട്ട് കാണുന്നതും അവൾ ആ ഡയറി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഞങ്ങൾ നാടുവിടാൻ തീരുമാനിച്ച ആ രാത്രി. എല്ലാം അവസാനിച്ചു. രഹസ്യങ്ങളുടെ താക്കോൽ ഈ ഡയറിയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് കിട്ടുന്നവർ ആ രഹസ്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കണം. ഇനി ഈ ഡയറിക്ക് ഒരു പേരിടണം. ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ഗുഡ് ബൈ. രമേശ് ചേട്ടാ, പോയ കാര്യം എന്തായി? ഞാൻ അന്വേഷിച്ചിരുന്നു. രാവിലെ 6 മണിക്ക് മുമ്പ് സ്റ്റേഷനിലെത്തിയാൽ പാലക്കാട്ടേക്കുള്ള ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോവാം. എന്നാ രമേശ് ചേട്ടൻ പോയി ശങ്കരേട്ടൻ്റെ കയ്യിൽ നിന്ന് പെട്ടി വാങ്ങിട്ട് വാ. ഞങ്ങൾ അപ്പോഴേക്കും റെഡിയായിട്ട് നിൽക്കാം. ശരി. അല്ല, ഈ ഡയറിയും രേഖകളൊക്കെ ഒളിപ്പിക്കണ്ടേ? പിന്നെ ആ നിധി? അതിൻ്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ പോയിട്ട് വാ. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ശങ്കരേട്ടൻ്റെ കയ്യിൽ നിന്നും ആ പെട്ടി വാങ്ങാൻ ഞാൻ യാത്ര തിരിച്ചു. എന്നെ യാത്ര അയച്ച് അവൾ തിരിച്ചു നടന്നു. അവൾ ആ പോകുന്ന കാഴ്ചയാണ് ഞാൻ അവളെ അവസാനമായിട്ട് കണ്ടത്. എൻ്റെ കല്യാണിയെയും കുട്ടികളെയും പിന്നീട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ അവർക്കെന്ത് സംഭവിച്ചു? തിരിച്ചു വന്നപ്പോ അവരെ കണ്ടില്ലേ? എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. പിന്നീട് ഞാൻ ആ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുമില്ല. അതെന്താ തിരിച്ചു വരാഞ്ഞേ? ഞങ്ങൾക്ക് കിട്ടിയ പെട്ടിയിൽ നിന്നും കുറച്ച് സ്വർണം വിറ്റ് കിട്ടിയ പണവും പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ഒരു പെട്ടി ഞങ്ങളുടെ കാര്യസ്ഥൻ ശങ്കരേട്ടൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. നിങ്ങളെ വീട് സൂക്ഷിച്ച പോരായിരുന്നോ? മതിയായിരുന്നു. പക്ഷെ നിധി കിട്ടിയത് മുതൽ ആരോ ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അപകടപ്പെടുത്താൻ. ഒരു തവണ പട്ടണത്തിൽ നിന്നും മടങ്ങി വരുന്ന വഴി ആരൊക്കെയോ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. അന്ന് കഷ്ടിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത്. പിന്നീട് ഒരു തവണ വീടിൻ്റെ വാതിൽ പൊളിക്കാൻ ശ്രമിച്ച ഒരാളെ ഞങ്ങളെല്ലാവരും ചേർന്ന് ഓടിച്ചു. പിറ്റേന്ന് തന്നെ കല്യാണി ആ നിധി എവിടെയോ ഒളിപ്പിച്ചു. ഞാൻ ഈ പെട്ടി ശങ്കരേട്ടനെയും. മനസ്സിലായേ? പക്ഷെ നിങ്ങളെന്താ തിരിച്ചു വന്നില്ലെന്ന് പറഞ്ഞത്? പറയാം. ഞാൻ പോകുന്നതാരും കാണാതിരിക്കാൻ വേണ്ടി റോഡിലൂടെ പോവാതെ ഞാൻ തെങ്ങും പറമ്പ് വഴി നടന്നു, കയ്യിലൊരു റാന്തൽ വിളക്കുമായി. അതിനു മുമ്പ് 1-2 തവണ മാത്രമേ ഞാൻ ആ വഴി പോയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ
എനിക്ക് വഴി അത്ര വ്യക്തമായിട്ട് മനസ്സിലായില്ല. എങ്കിലും അവസാനം കുറെ അലഞ്ഞു തിരിഞ്ഞ് ഞാൻ ശങ്കരേട്ടൻ്റെ വീട് ഒരു വിധത്തിൽ കണ്ടുപിടിച്ചു. എന്നെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ശങ്കരേട്ടൻ അവിടെ മൊത്തം ലൈറ്റുകൾ തെളിച്ചു വെച്ചിരുന്നു. ശങ്കരേട്ടൻ വാതിൽ തുറന്ന് പുറത്തോട്ട് വന്നു. ഞാൻ കാര്യം പറഞ്ഞു. നാട് വിട്ടു പോകാനാണ് ഞങ്ങളുടെ തീരുമാനമെന്നറിഞ്ഞ് ശങ്കരേട്ടൻ കുറെ എതിർത്തു. പിന്നെ അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ പെട്ടി എനിക്ക് എടുത്തു തന്നു. പെട്ടിയുമായി ഞാൻ തിരികെ വന്ന വഴിയിലൂടെ തന്നെ മടങ്ങി. വീണ്ടും തെങ്ങും തോട്ടത്തിലെത്തിയപ്പോൾ ആരും എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ചെന്നെത്തിയത് ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിലോട്ടായിരുന്നു. കയ്യിൽ കുറുവടികളുമായി മുന്നിലും പുറകിലും നിറയെ ആളുകൾ. എനിക്ക് കാര്യം മനസ്സിലായി. അവരുടെ ലക്ഷ്യം എൻ്റെ കയ്യിൽ പെട്ടിയാണ്. പക്ഷേ അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പെട്ടി സംരക്ഷിക്കുക എന്നല്ലാതെ എൻ്റെ മുമ്പിൽ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഞാൻ പോരാടാൻ തീരുമാനിച്ചു. എന്റെ പോരാട്ടം വിപുലമായി പോയി. എന്റെ ഭാര്യയും കുട്ടികളെയും കാണാതെ ഞാൻ തനിയെ യാത്രയായി. അതാണ് എൻ്റെ അവസാനത്തെ ഓർമ്മ. അടിയിട്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ പുകയുന്ന പോലെ തോന്നി. ആത്മാവിന്റെ ശരീരം വിട്ടകലുന്നത് ഞാൻ അറിഞ്ഞു. ആരായിരുന്നു അവര്? എന്തിനത് ചെയ്തത്? അവരാരായിരുന്നു എന്നോ എന്തിനു ചെയ്തു എന്നോ അറിയില്ല. ചിലപ്പം അവരായിരുന്നിരിക്കും ഞങ്ങളെ കുറെ കാലങ്ങളായി പിന്തുടർന്നവർ, ആ നിധി കൈക്കലാക്കാൻ വേണ്ടി. ആരെയും കണ്ട പരിചയമില്ല നിങ്ങൾക്ക്? ഇല്ല. പക്ഷേ എന്റെ ബോധം അറിയുന്ന നേരത്ത് മൂന്നാമതൊരാൾ കൂടി അവിടേക്ക് വന്നത് ഞാൻ കണ്ടു. പക്ഷേ ഒന്നും വ്യക്തമായില്ല. അല്ല, ഇതിലിപ്പോ ഞങ്ങളെന്താ ചെയ്യേണ്ടത്? വേറൊന്നും വേണ്ട. എന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എന്തു പറ്റിയെന്ന് അറിഞ്ഞാൽ മാത്രം മതി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലേ, കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ശ്രമിക്കാം. അതെ, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. ആദ്യം ഞങ്ങളുടെ നിക്കിനെ ഞങ്ങൾക്ക് രക്ഷിക്കണം. നിക്കി നിങ്ങളുടെ നായ്ക്കുട്ടിയല്ലേ? ഇന്ന് രാത്രിയോടുകൂടി നിങ്ങൾക്ക് ആ തെളിവുകൾ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും. കാരണം ആ തെളിവുകളുടെ കൂടെ ഒരു ഡയറി ഉണ്ട്. അതാണ് യഥാർത്ഥ ഡയറി. അതിലുണ്ടാകും എല്ലാ വഴികളും. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഡയറി? ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് കല്യാണി മാറ്റി എഴുതിയതാണ്. യഥാർത്ഥ ഡയറിയിലാണ് നിധിയിലേക്കുള്ള വഴി ഒളിഞ്ഞിരിക്കുന്നത്. ശരി, തെളിവുകൾ ഇവർ കണ്ടുപിടിക്കട്ടെ. നിങ്ങളുടെ ഭാര്യയുടെ കുട്ടികളുടെ കാര്യം ഞാൻ അന്വേഷിക്കാം. മതി, അത് മതി. പിന്നെ നിങ്ങളൊരു കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. എന്താ? ഇനി മുതൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പരമരഹസ്യമായിരിക്കണം. അതെന്തിനി? കാരണം ഈ വീട്ടിൽ എന്നെ കൂടാതെ മറ്റൊരാത്മാവ് കൂടെയുണ്ട്. അതായിരിക്കും നിങ്ങളെ ഉപദ്രവിക്കുന്നത്. അപ്പം എന്താ ചെയ്യാ? നാളെ നിങ്ങൾ എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അന്വേഷിക്കാൻ പോവുകയാണെന്ന് അറിയാത്ത രീതിയിൽ. ഓക്കെ, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. താങ്ക് യു. എന്നിട്ട് അയാളുടെ ഭാര്യയ്ക്ക് കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു? അവര് ജീവനോടെ ഇരിക്കണ്ടോ? അറിയില്ല. ഇനി അതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ മരം കണ്ടുപിടിച്ചാൽ നിൽക്കുന്നത് തിരിച്ചു കിട്ടും അമ്മ? ആ മരത്തിലല്ലേ തെളിവുകൾ അടങ്ങിയ ഡയറി ഉണ്ടെന്ന് പറഞ്ഞത്. അത് കിട്ടിയാൽ നിക്ക് തിരിച്ചു കിട്ടുന്നല്ലേ ആ ഗോസ്റ്റ് പറഞ്ഞത്. പാവണ്ട ഗോസ്റ്റിന്റെ കാര്യം ഓർക്കുമ്പം. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും എന്ത് പറ്റിയെന്ന് അറിയാനാ അതിപ്പോഴും അലഞ്ഞടക്കണേ. ശരിയാ, പാവം. എങ്ങനെയെങ്കിലും അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാ മതിയായിരുന്നു. അല്ല, അർജുമാമൻ എങ്ങനെങ്കിലും. മറന്നോ പറഞ്ഞതെല്ലാം? ഓ സോറി. ആഹാ, നല്ല രാത്രി, നല്ല ആംബിയൻസ്. ഇനി ആ മരം കൂടെ ഏതാണെന്ന് കണ്ടുപിടിച്ചാ എല്ലാം സെറ്റ്. തിളങ്ങുമല്ലോ അല്ലേ? ആ എനിക്കറിയില്ല, ഞാനതോ വീഡിയോയിൽ കണ്ടതാ. അത് ശരി. ഞാൻ ആ പ്രതീക്ഷയിലാ നിക്കണത്. എന്നാ അധികം നിക്കണ്ട, കുറച്ചേരം ഇരുന്നവിടെ. എന്നാ ഇരുന്നേക്കാം. നിന്ന് കാല് കഴിക്കണ്ടല്ലോ. നീ എപ്പ തിളങ്ങാനെന്തോ. ഞാനും ഇരുന്നേക്കാം. നീ അവിടെ നിന്ന് ആ മരം കണ്ടുപിടിക്കേ.